അർജന്റ് ഒരു മീറ്റിംഗ് വന്നിട്ട് മൈസൂർ വരെ പോയി. രാജു ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വരാമെന്നാണല്ലോ പറഞ്ഞത്. അവനിപ്പോൾ എവിടെയാ ഉള്ളതെന്നൊന്ന് വിളിച്ചു ചോദിക്കുക, എന്നിട്ട് വേഗം വരാൻ പറ. ശരി. ഹലോ രാജു, നീ എവിടെയാടാ? ഞങ്ങളിവിടെ എത്തുന്നതിന് മുമ്പേ നീ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ശരി ശരി, വേഗം വാ, ഞങ്ങൾ കാത്തിരിക്കുക. അവനിതുവരെ ഇറങ്ങിയിട്ടില്ലടാ. ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഇറങ്ങാന്ന് പറഞ്ഞു. അവനെന്താ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ലേറ്റ് ആവുന്നേ? ഒട്ടും പങ്ക്ച്വാലിറ്റി ഇല്ല, പൊട്ടം തന്നെ. അതുപോട്ടെ, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ആരുദ്ര, എല്ലാം ഓർമ്മയുണ്ട്. ആ ഭസ്മം എൻ്റെ പോക്കറ്റിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. സുരേഷിനും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം, ആ പ്രതികാരദാഹിയ നാഗന്യക ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാം. നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് ഞാൻ പറഞ്ഞതുപോലെ ചെയ്. ഒരുപക്ഷെ അവൾ ഇനി എൻ്റെ രൂപത്തിലും വന്ന് എന്തെങ്കിലും തെറ്റായ ഇൻസ്ട്രക്ഷൻസ് എന്നാൽ കേൾക്കാൻ നിൽക്കരുത്. ഞാൻ പറയുന്നതിലും ഇനി മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുന്നതിലും ചെറിയൊരു സംശയം തോന്നിയാൽ അപ്പോൾ തന്നെ ഭസ്മം വിതറണം. മനസ്സിലായല്ലോ? ശരി രുദ്ര, നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. മുത്തശ്ശി, 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 എന്തു പറ്റി? എന്താ പെട്ടെന്ന് മയങ്ങി വീണത്? അത് നീ ഞാൻ നിന്നെ ഞാൻ 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 നിന്നെ ഞാൻ. എന്തു പറ്റി മുത്തശ്ശി? എന്തിനാ നീ ഞാൻ ഞാൻ നീ എന്നൊക്കെ പറയുന്നേ? അത് ഞാൻ എന്നെ തന്നെ കണ്ടു. അത് എന്നെ പോലൊരു സ്ത്രീ എന്റെ മുമ്പിൽ വന്ന് ഞാൻ പറയുന്നത് പോലെ സംസാരിച്ചു. ആ സ്ത്രീയെ കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അതെങ്ങനെ സംഭവിക്കും മുത്തശ്ശി? ഇവിടെ ഞാനും മുത്തശ്ശി അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. അങ്ങനെയുള്ളപ്പോ മുത്തശ്ശിയെ തന്നെ കാണാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? അല്ല, ഞാനുള്ളടത്ത് മുത്തശ്ശിയെ തന്നെ കാണുക എന്ന് പറഞ്ഞാൽ? ഇല്ല, എന്നെ ഞാൻ കണ്ടതാ. എന്നെ പോലെ തന്നെ ഒരാള് എന്റെ മുമ്പില് നിനക്ക് പകരമായി നിൽക്കുന്നത് ഞാൻ കണ്ടതാ. എന്നെ വിശ്വസിക്ക് മുത്തശ്ശി. അത് പിന്നെ വൈകുന്നേരം സമയമാകുമ്പോൾ ഇവിടെ പ്രേതത്തിന് ശല്യമുള്ളതാ. ആരോ പറഞ്ഞ് ഞാൻ കേട്ടതാ. മുത്തശ്ശിയുടെ കണ്ണില് മുത്തശ്ശിയെ പോലെ ഏതെങ്കിലും പ്രേതത്തെ. അതെ അതെ, ഇതാ പ്രേതത്തിന്റെ കളി തന്നെ ആയിരിക്കും. നിനക്ക് എവിടെയോ പോണെന്ന് പറഞ്ഞിരുന്നല്ലോ, നീ തന്നെ പോയിട്ട് വാ, ഞാൻ വീട്ടിലേക്ക് പോവാ. മുത്തശ്ശി, അത് ഇല്ല മോളെ, ഞാൻ വീട്ടിലേക്ക് പോവാ. കൈലാസവാസ ആ രക്ഷയാണ് അവനെ സംരക്ഷിക്കുന്നത്. അതവന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും ചെയ്ത് അവന്റെ കഴുത്തിലുള്ള ആ രക്ഷയെ അവിടെ നിന്ന് മാറ്റണം. അതെങ്ങനെ ചെയ്യുമെന്ന് ഒരു രൂപവും കിട്ടുന്നില്ല. എന്താ ചെയ്യുക? ഓക്കേടാ, ഞാൻ ആക്ച്വലി ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവുമായിരുന്നു. ഇപ്പൊ തന്നെ സമയമായി. അപ്പൊ നാളെ കാണാം. ഇവനിപ്പോ എങ്ങോട്ടോ പുറപ്പെടുകയാണെന്ന് തോന്നുന്നു. എനിക്കിവനെ പിന്തുടരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. ഇവൻ എങ്ങനെ പിന്തുടരും? ഓക്കേടാ, ബൈ.
അതെ അമ്മേ, അവൻ ആരെയോ കാത്തു നിൽക്കുക. വാ, നമുക്ക് ചോദിക്കാം. അർജുൻ, നീ ആരെ പ്രതീക്ഷിച്ച് നിൽക്കുക? അത് എന്റെ ഫ്രണ്ട് ഒരാൾ വിളിച്ചിരുന്നു. അവൻ വന്നോണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞത്. കാത്തു നിൽക്കായിരുന്നു. അതിന് ഇവിടെ എന്തിനാ നോക്കി നിൽക്കുന്നേ? ഇഞ്ഞു വാ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അർജുൻ, നമ്മുടെ ജോത്സ്യര് പറഞ്ഞതുപോലെ 1 മാസത്തിനുള്ളിൽ നിന്റെ കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ നിന്റെ ജീവന് തന്നെ അത് ആപത്താ. നിനക്ക് ഓർമ്മയുണ്ടല്ലോ? അതുകൊണ്ട് എത്രയും വേഗം നിന്റെ കല്യാണം നടത്തണമെന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നീ എന്തു പറയുന്നു? നീ ഇവിടെ നിന്റെ കാമുകി ആലോചിച്ചോണ്ടിരുന്നോ? അവിടെ നിന്റെ കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന പാർട്ടിയില് നിന്റെ കല്യാണത്തെ പറ്റി അനൗൺസ്മെന്റ് ചെയ്യാൻ പോവുക. ഞാനിപ്പോ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെയും മയൂരുടെയും വിവാഹം ഇവരുടനെ നടത്തും. അനന്യയെ വിളിച്ചോണ്ട് വന്ന് ഇവളെ എനിക്ക് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞില്ലെങ്കിൽ അവരെന്റെ സ്നേഹം തിരിച്ചറിയില്ല. ഇവരോട് എന്തെങ്കിലും പറഞ്ഞ് കല്യാണം മുടക്കിയേ പറ്റൂ. എന്താടാ മിണ്ടാതിരിക്കുന്നേ? മറുപടി പറയേ. നിന്റെ ഈ മൗനം ഞങ്ങൾ സമ്മതമായിട്ട് എടുത്തോട്ടെ? ഇല്ലമ്മേ, എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല. എന്തിനാ മുത്തശ്ശി എന്റെ കല്യാണത്തിന് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നേ? എനിക്കെന്താ വയസ്സായി പോയോ? ഐ എം ജസ്റ്റ് 23. നിനക്ക് എത്ര വയസ്സായിന്ന് എനിക്കറിയില്ലേ. ഞാൻ നിന്റെ അമ്മയാണ്. നിനക്ക് സർപ്പദോഷമുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവനും ആപത്തുണ്ട്. ആ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വരുന്ന 1.5 മാസത്തിനകം നിന്റെ കല്യാണം നടത്തണമെന്നാ ജോത്സ്യര് പറയുന്നേ. അതുകൊണ്ടാ ഞങ്ങള് നിന്റെ കല്യാണം ഉടനെ നടത്തണമെന്ന് പറയുന്നേ. ദേ നോക്ക്, മര്യാദയ്ക്ക് മുത്തശ്ശി പറയുന്നത് കേട്ടോ. നോക്ക് അർജുൻ, ജോത്സ്യർക്ക് നിന്റെ മയൂരുടെയും ജാതകം കാണിച്ചു. നല്ല പൊരുത്തമുണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ടാ നിങ്ങളുടെ കല്യാണം നടത്താമെന്ന് ഞങ്ങളെല്ലാരും തീരുമാനിച്ചത്. നോക്കർജുൻ, മയൂരി വളരെ നല്ല കുട്ടിയാ. ചെറുപ്പം മുതലേ കാണുന്നതാ. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഇവളെ. നിനക്കും അവളെ ഇഷ്ടമാവോന്ന് കരുതിയാ ഞങ്ങളിത് തീരുമാനിച്ചത്. ദേ നോക്ക്, വാശി പിടിക്കാതെ സമ്മതിക്കേ. എല്ലാം നന്നായി വരും. പ്ലീസ്, ഈ സംസാരം നിർത്തുവോ? എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും എന്തിനാ നിർബന്ധിക്കുന്നേ? അതങ്ങനെയല്ലടാ. ഈ മയൂരി... എന്ത് മയൂരി? നോക്കമ്മേ, മയൂരി എനിക്ക് കുട്ടിക്കാലം മുതൽക്കേ അറിയാം. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്നുള്ളതും സത്യമാ. അങ്ങനെയൊന്നും പറഞ്ഞ് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിക്കുകയാണോ? മയൂരി എനിക്ക് വെറും ഫ്രണ്ട് മാത്രമാ. ഫ്രണ്ടിനെ ആരെങ്കിലും കല്യാണം കഴിക്കോ? അതിലെല്ലാത്തിലും ഉപരി എനിക്കിപ്പോ കല്യാണത്തിനും താല്പര്യമില്ല. ഇനിയും നിങ്ങളെല്ലാവരും കൂടി എന്നെ കല്യാണത്തിന് നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ എനിക്ക് നാഗദോഷം ഉണ്ടെന്ന് ജോത്സ്യര് പറഞ്ഞതല്ലേ. അതുകൊണ്ട് ആ ദോഷം പൂർത്തീകരിക്കാൻ വേണ്ടി ഏതെങ്കിലും വിഷമുള്ള പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ഞാൻ ജീവിതം സ്വയം അങ്ങ് അവസാനിപ്പിക്കും. അർജുൻ പറയുന്നത് കേട്ട് നിനക്ക് വിഷമമായല്ലേ? ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ. നീ വിഷമിക്കണ്ട. ഇന്ന് ഒരു ദിവസം പോട്ടെ. ഇന്ന് അവന്റെ ബർത്ത്ഡേയാ. അവനെ നിർബന്ധിക്കണ്ട. പാർട്ടി കഴിഞ്ഞോട്ടെ. ഞാൻ തന്നെ അവനോട് സംസാരിച്ച് സമ്മതിപ്പിക്കാം മോളെ. നല്ല സമയം നോക്കി അവനോട് സംസാരിച്ച്
ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. മതിയോ? അത് നടക്കില്ല മുത്തശ്ശി. അർജുൻ എന്നെ വെറും ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നത്. അങ്ങനെയുള്ളപ്പോ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കോ? എന്തുകൊണ്ട് സമ്മതിക്കില്ല? നോക്ക്, നല്ല ഫ്രണ്ടിനെ കല്യാണം കഴിക്കുന്നവരൊക്കെ അവരുടെ ജീവിതം സന്തോഷമായിട്ട് കൊണ്ടുപോകാറില്ലേ? മയൂരി, അർജുൻ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വെറുതെ നീ മനസ്സ് വിഷമിപ്പിക്കണ്ട. അത് നമ്മൾ പെട്ടെന്ന് അവനോട് കല്യാണക്കാരി അവതരിപ്പിച്ചില്ലേ, അതുകൊണ്ടാ അവൻ അങ്ങനെ പറഞ്ഞത്. നോക്കുമോളെ, പറയേണ്ട രീതിയിൽ പറഞ്ഞാ അവൻ ഉറപ്പായിട്ടും ഈ കല്യാണത്തിന് സമ്മതിക്കും. ദേ നോക്ക്, അതൊക്കെ മറന്നിട്ട് അർജുന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ നോക്ക്. ബാക്കിയുള്ളതൊക്കെ ഞാനും അമ്മയും കൂടെ നോക്കിക്കോളാം. അല്ലേ അമ്മേ? ആഹാ. അതെ മയൂരി, നീ വിഷമിക്കേ വേണ്ട. നിന്റെ കല്യാണം അർജുനുമായി തന്നെ നടക്കും. വാ, എല്ലാരും അർജുൻ, നീ ആരെയാ കാത്തിരിക്കുന്നേ? കേക്ക് കട്ട് ചെയ്യും മോനെ. നിൽക്ക് ഹേമ, വിഷ്ണു കൂടി വരട്ടെ. ഞാൻ ഏട്ടനെ ഇപ്പൊ ഫോൺ ചെയ്തേ ഉള്ളൂ അമ്മേ, അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. വിഷ്ണു എപ്പോഴും ഇങ്ങനെ. പണ്ടൊക്കെ അവൻ ഇങ്ങനെയല്ലായിരുന്നു. കുറച്ചു നാളായി അവൻ ആകെ മാറിപ്പോയി. സ്വന്തം മകന്റെ ജന്മദിനത്തിലെങ്കിലും അല്പം ഫ്രീ ആകാമായിരുന്നു. എപ്പോ നോക്കിയാലും ബിസിനസ്, മീറ്റിംഗ്. ഇപ്പൊ അതൊരു ശീലമായി. എന്താ രാജുവിനെ ഇനിയും കണ്ടില്ലല്ലോ? 10 മിനിറ്റ് കൊണ്ട് വരാന്ന് പറഞ്ഞവന് 1 മണിക്കൂറായിട്ട് കാണുന്നില്ലല്ലോ. അവൻ ചിലപ്പോ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഛേ, അവൻ ഒരിക്കലും കൃത്യസമയത്ത് വന്നിട്ടേ ഇല്ല. എന്താ അമ്മ ഇതൊക്കെ? ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ? ഇത്രയും ഒരുക്കങ്ങളൊക്കെ ചെയ്ത് എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഏട്ടൻ വീട്ടിലില്ലാന്ന് വെച്ചാ ഗസ്റ്റുകളോട് നമ്മൾ എന്ത് മറുപടി പറയും? അതെ ഹേമ, വിഷ്ണുവിന്റെ പെരുമാറ്റം അതിരി കടക്കുന്നു. നല്ല കുട്ടിയാണ്, മര്യാദ ഉള്ളവനെന്ന് വിചാരിച്ചപ്പോ ദിവസം കഴിയുന്തോറും ഇവൻ രുദ്രനെ പോലെ ആയിരിക്കാം. ഇന്നവൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവന്റെ വാക്ക് കേൾക്കില്ല. ഇന്നവൻ ചെയ്ത തെറ്റ് ഇനി ഒരിക്കലും ആവർത്തിക്കരുത്. അങ്ങനെ ഞാൻ ചെയ്യും. പറഞ്ഞ കേക്കോ അമ്മേ? കേട്ടേ പറ്റൂ. അവൻ എത്ര വലിയവനാണെങ്കിലും ബുദ്ധിമാനാണെങ്കിലും ഞാൻ അവന്റെ പെറ്റമ്മയാണ്. ഇങ്ങനെ പോയാ ഈ വീടായിരിക്കില്ല ഹേമ. വിഷ്ണുവിന് വേണ്ടി കാത്തിരിക്കണ്ട. വന്ന വിരുന്നുകാരെ മുഷിപ്പിക്കണ്ട. പാർട്ടി ആരംഭിക്കും. അതെ ഏട്ടാ, അർജുൻ എന്തിനാ എപ്പോഴും ഫ്രണ്ട് ഡോറിലേക്ക് നോക്കി നിൽക്കുന്നേ? അവൻ ആരെങ്കിലും വെയിറ്റ് ചെയ്യുവാണോ? അതെനിക്കെങ്ങനെ അറിയാം? ഞാൻ നിന്നെപ്പോലെ ഇവിടെ അല്ല നിൽക്കുന്നേ. നിങ്ങൾ നിൽക്കുകയാണെന്ന് എനിക്കറിയാം, അല്ലാതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇവൻ വെയിറ്റ് ചെയ്യുന്നത് കണ്ടാ തോന്നും ഏത് പെണ്ണ് വരാനാ കാത്തിരിക്കുന്നേന്ന്. അതെ, അർജുൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അതെനിക്കെങ്ങനെ അറിയാം? നിങ്ങൾക്ക് അറിയില്ലെന്നൊന്നും പറയണ്ട. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാ പോരെ. അർജുൻ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? കേക്ക് കട്ട് ചെയ്. മുത്തശ്ശി, എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിരുന്നു. അയാൾ ഇപ്പൊ ഇവിടെ എത്തും. വന്ന ഉടൻ തന്നെ കേക്ക് കട്ട് ചെയ്യാം.
രാജു എത്തിയല്ലോ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അങ്കിൾ. അപ്പൊ നമുക്ക് കേക്ക് കിട്ടിയതല്ലോ. ദേ അർജുൻ, നിന്റെ ഫ്രണ്ട് വരുവോ ഇല്ലയോ? വരണമെന്നുണ്ടെങ്കിൽ ആരായാലും ഇതിനകം വരേണ്ടതല്ലേ? ഇല്ലമ്മേ, ഉറപ്പായിട്ടും വരും എന്നോട് പറഞ്ഞത്. നമുക്കൊരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാമേ, പ്ലീസ്. ശരി, ഇന്ന് നിന്റെ ബർത്ത്ഡേയാ. നിനക്ക് ഇഷ്ടപ്പെട്ട ആള് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. എന്റെ അനന്യ, ഒന്ന് വേഗം വാടോ. തനിക്ക് വേണ്ടി ഞാൻ കേക്ക് കട്ട് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നേ. എന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കു വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാ. പ്ലീസ് ഒന്ന് വാടോ. ഇന്ന് താൻ വന്നാ തനിക്ക് എന്റെ അടുത്ത് സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിക്കും. എനിക്കറിയാം താൻ ഉറപ്പായിട്ടും വരുമെന്ന്. പ്ലീസ് പ്ലീസ് ഒന്ന് വേഗം വാടോ. എന്റെ ശത്രു എവിടെയുള്ളത്? ഇവിടെ എങ്ങും ഇല്ലല്ലോ. ഈ ആളുകൾക്കിടയിൽ അവൻ എവിടെയാണ്? അവൻ ഇനി എവിടെയാണെങ്കിലും ഇന്ന് രാത്രി അവന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. രാജു, നീ ഭസ്മം കയ്യിൽ വെച്ചു. ആ ഇച്ഛാധാരി നാഗകന്യക ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാം. നിനക്കിവിടെ ആരോടെങ്കിലും ഒരു ചെറിയ സംശയം തോന്നിയാൽ ഇത് അവരുടെ ദേഹത്ത് വിതറണം. ദേ നോക്ക്, അവളൊരു പ്രതികാരദാഹിയാണ്. ഏത് രൂപത്തിൽ വേണമെങ്കിലും അവൾ വരും. പ്രകാശിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ താമസിച്ച് വന്നതുകൊണ്ട് നിന്നോടും കൂടെ പറയുക, വളരെ ശ്രദ്ധിച്ചു വേണം. ശരി രുദ്ര, അങ്ങനെ തന്നെ ചെയ്യാം. അവൻ ആരോടോ സംസാരിക്കുകയാണ്. അവന്റെ കഴുത്തിൽ നിന്ന് രക്ഷ മാറ്റുന്നത് വരെ എനിക്ക് അവനെ കൊല്ലാൻ സാധിക്കില്ല. ഇപ്പൊ എന്തെങ്കിലും ചെയ്ത് അവന്റെ കഴുത്തിലുള്ള രക്ഷ എടുത്തേ മതിയാകൂ. ഇപ്പൊ എന്താ ചെയ്യാ? എന്താണ് ചെയ്യേണ്ടത് മഹാദേവ? ഒരു വഴി കാണിച്ചു തരൂ. അനന്യ ചേച്ചി, ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നേ? അത് എന്റെ കാര്യം വിട്. നീ എന്താ ഇവിടെ? ചേച്ചി എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? എന്റെ അമ്മ ഈ വീട്ടിലാ ജോലി ചെയ്യുന്നേ. ഇന്ന് അർജുൻ ചേട്ടന്റെ ബർത്ത്ഡേ അല്ലേ, അതാ ഞാനും വന്നേ. അർജുൻ ചേട്ടൻ ഒരുപാട് നേരമായിട്ട് കാത്തിരിക്കുക. ചേച്ചിയാണെങ്കിൽ ബർത്ത്ഡേക്ക് വന്നിട്ട് ഇവിടെ നിൽക്കുന്നു. വാ ചേച്ചി, അകത്തേക്ക് പോവാം. ചേച്ചി വന്നതറിഞ്ഞാൽ ചേട്ടന് ഒരുപാട് സന്തോഷമാവും. ചേച്ചി വരുന്നതും കാത്താ ചേട്ടൻ ഇതുവരെ കേക്ക് കട്ട് ചെയ്യാത്തത്. വാ ചേച്ചി. ഞാൻ വരാം, പക്ഷെ അതിനു മുമ്പ് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ചേച്ചിക്ക് ഹെൽപ്പ് ചെയ്യാതെ വേറെ ആർക്ക് ഞാൻ ചെയ്യും? എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ ചേച്ചി. ദേ നോക്ക്, ഒരാള് നീല ഷർട്ടിട്ട് ആരോട് സംസാരിക്കുന്നത് കണ്ടില്ലേ? അയാളുടെ കയ്യിൽ എന്റെ ഒരു രക്ഷയുണ്ട്. അതെങ്ങനെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരുമോ? ചേച്ചിയുടെ രക്ഷ അയാൾ എന്തിനാ എടുത്തത്? അയാൾ എടുത്തതല്ല, വഴിയിൽ വെച്ച് കളഞ്ഞു പോയതാ. ഞാൻ നോക്കുമ്പോഴേക്കും അയാൾ അതെടുത്ത് കഴുത്തിൽ അണിഞ്ഞിരിക്കുക. നീ എന്തെങ്കിലും ചെയ്ത് അയാളുടെ കഴുത്തിൽ നിന്ന് അത് ഊരി മാറ്റ. എനിക്കത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, ഓക്കെ. അയാളോട് സംസാരിച്ച് ഞാനത് വാങ്ങിയിട്ട് വരാം. നിൽക്ക. ദേ നോക്ക്, ഇത് മറ്റാരും അറിയരുത്.
അയാളോട് ചോദിക്കണ്ട. അയാൾ അറിയാതെ അത് എടുത്തിട്ട് വരണം. അയാൾ അറിയാതെ എന്തിനാ ചേച്ചി ഞാനത് എടുക്കുന്നത്? അതെന്താന്ന് പറഞ്ഞാ നീ അത് ചോദിക്കും, അയാൾ വേണ്ടാന്ന് പറയും. അപ്പൊ പിന്നെ പ്രശ്നമായി. അർജുന്റെ ഈ ബർത്ത്ഡേ പാർട്ടി അലങ്കോലാവില്ലേ? അതുകൊണ്ട് എങ്ങനെയെങ്കിലും അയാൾ അറിയാതെ അത് എടുത്തോണ്ട് വന്ന് എന്റെ കയ്യിലെത്താ. ഓ അങ്ങനെയാണോ? എന്നാ ശരി, ഓക്കെ. അയാൾ അറിയാതെ ഞാനത് എങ്ങനെയെങ്കിലും കൊണ്ടുവരാം. ഇനി ഞാൻ എത്ര നേരം കാത്തിരിക്കണം? ഈ അനന്യ എവിടെ പോയി കിടക്കുക? കേക്ക് കട്ടിയാനായിട്ടും എല്ലാരും വെയിറ്റ് ചെയ്യാ. അനന്യ വരുമെന്ന് ഞാൻ പറയുകയും ചെയ്തു പോയി. അവളാണെങ്കിൽ ഇതുവരെ എത്തിയതുമില്ല. ഞാനിപ്പോ എന്താ ചെയ്യാ? എന്റെ അനന്യ, ഒന്ന് വേഗം വാ. തന്നെ കാണാതെ ഈ ഹൃദയത്തിന് ഒരു സമാധാനം കിട്ടുന്നില്ല. താനില്ലാത്ത ഈ സ്ഥലത്ത് പാർട്ടിയായിട്ട് പോലും തോന്നുന്നില്ല. പ്ലീസ് ഒന്ന് വേഗം വാ. എന്താടി? അനന്യ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. എവിടെയാ? വെളിയിൽ നിപ്പുണ്ട്. അവളെ അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ചേട്ടൻ എന്താ ഇങ്ങനെ ആയി പോയത്? നീ എന്നെ കളിപ്പിക്കാണോടി? എന്റെ അർജുൻ ചേട്ടാ, ഇങ്ങനെ ഒരു സമയത്ത് ഞാൻ ചേട്ടനെ കളിപ്പിക്കോ? ഞാൻ സത്യമാ പറയുന്നേ. അനന്യ ചേച്ചി പുറത്ത് നിപ്പുണ്ട്. ഞാൻ പറയുന്നത് ചേട്ടന് വിശ്വാസമാവുന്നില്ലല്ലേ? ചെന്ന് നോക്ക്, അപ്പൊ മനസ്സിലാവും. മല്ലി അങ്ങനെ എന്നോട് കള്ളം പറയാറില്ലല്ലോ. അതിന്റെ അർത്ഥം അനന്യ ശരിക്കും വന്നു എന്നാണോ? അവസാനം വരെ വരില്ല എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ എന്റെ ബർത്ത്ഡേക്ക് വന്നു. അല്ല, അകത്തേക്ക് വരാതെ എന്താ അവിടെ നിൽക്കുന്നേ? ചിലപ്പോ നാണം കൊണ്ടായിരിക്കും. ഞാൻ തന്നെ പോയി വിളിച്ചോണ്ട് വരാം. ഈ മല്ലി എങ്ങോട്ടാ പോയത്? രുദ്ര, നോക്കടാ, നാഗന്യക വരുന്നു. എടാ, അവള് നാഗകന്യകയൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ് മയൂരി. എന്താ ഹേമ ഇത്? ഈ സമയത്ത് ഈ വേഷം കിട്ടി? എന്റെ അനന്യ, ഒടുവിൽ താൻ വന്നല്ലോ. അകത്തേക്ക് വാടോ. കയ്യിന്ന് വിട്. ഈ കയ്യില് പിടിച്ചത് വിടാൻ വേണ്ടി അല്ലടോ. തന്നെ ഈ വീട്ടിലെ എല്ലാവരെയും പരിചയപ്പെടുത്തി ഞാൻ തന്നെയാ കെട്ടാൻ പോകുന്നതെന്ന് ഇപ്പൊ തന്നെ അറിയിക്കാൻ പോവാ.